Hi everybody, welcome back. I'm Sippy. അപ്പോൾ ഗൈസ് ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ഗെയിമിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഗൈസ് ഈ ഗെയിം എന്താണെന്ന് വെച്ചാൽ കാർ സിമുലേറ്റർ 2 ആണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ലൈക്ക് അടിപ്പിക്കാനുള്ള അപ്പോൾ അഡാറ് ഗെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗെയിമാണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത്. നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യാണ്. അതിൻ്റെ ഇൻ്റർഫേസ് ഞാൻ കാണിച്ചത് ഗൈസ്. ഓക്കെ, നല്ല ഗൈസ്, ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ അഡാറ് ഗെയിമിൽ കേട്ടോ നമ്മൾ ട്രാക്ക് ചെയ്താൽ പറയാണ്. അപ്പോൾ നമ്മൾ നേരെ ഡയറക്റ്റ് പോവാണ്. അതിൽ ലോഡ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് ഇൻ്റർഫേസ് വരിക. അപ്പോൾ കാര്യം വെച്ചാൽ ഗൈസ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളെ കാറ് ചളിയൊക്കെ പിടിച്ചിട്ട് വലിയ ഇതായിക്കണേ ഗൈസ്. പിന്നെ ഒരു കാര്യത്തിൽ ഞാൻ ഓൾറെഡി കളിച്ച ഗെയിമാണ്. എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടുമ്പോൾ എന്തെങ്കിലും പെർമിഷനും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോഴത്തെ എല്ലാം പെർമിഷനും കാര്യങ്ങളൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതൊരു ഈ ഗെയിമിൻ്റെ MB എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 496 MB ആണ് ഗൈസ്. ഓക്കെ, കൂടുതൽ ലാഗ് പിന്നെ നേരെ ഗെയിമിലോട്ട് ഗൈസ് ലോഡായിട്ടോ. അപ്പോൾ ഗൈസ് ഇത് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോഡായിട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ കാറിൽ കയറണം. അപ്പോൾ ഈ കാറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് കാണിച്ചു തരാം ഗൈസ്. കാറിൻ്റെ ഡിക്കി തുറക്കാം, ഇതേപോലെ ഡോറും കാര്യങ്ങളൊക്കെ തുറക്കുക, അതിൻ്റെ സീറ്റിലിരിക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒക്കെ ചെയ്യാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഡ്രൈവിംഗ് സീറ്റ് കണ്ടപ്പോൾ അപ്പോൾ ഗൈസ് വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. വണ്ടി നമ്മൾ കയറിയിട്ടുള്ള തന്നെ സ്റ്റാർട്ടാവും. വെച്ചാൽ നമുക്ക് ഓഫാക്കി ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് ഗ്ലാസ്സൊക്കെ തുറന്നിടാം. നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഗ്ലാസ്സൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകണ്ടോ. ഗിയർ ന്യൂട്രലിൻ്റെ നമ്മൾ ഫസ്റ്റ് കിട്ടുന്നുണ്ട്. പെട്രോളൊക്കെ കുറവാണ്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യം ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ടാക്സിൻ്റെ ജോലിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടാക്സിൻ്റെ മിഷനും കൂടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാണ് ഞാനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. അതാണ് നമ്മൾ ജസ്റ്റ് മാപ്പ് എടുത്ത് നോക്കാം. അപ്പോൾ മാപ്പിൽ അല്ലേ ഇത്രയും കാര്യങ്ങളൊക്കെ വർക്ക്ഷോപ്പും കാര്യങ്ങളും പിന്നെ കുറച്ച് നമ്മൾക്ക് അറിയാത്ത ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒക്കെ മിഷൻസാണ് കേട്ടോ. പിന്നെ കാർ വാഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ടാക്സി കണ്ടെത്തല്ലേ ഇവിടെ ടാക്സി ഈ ഒരു സ്ഥലത്തുണ്ട് ഗൈസ്. അതെ, നമ്മൾ ജസ്റ്റ് ബാക്ക് എടുക്കുന്നു. ഓക്കെ ഗൈസ്, നമ്മളെ ടാക്സിൻ്റെ ആ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ടാക്സിൻ്റെ മിഷീൻ എടുത്തിട്ടുണ്ട് കേട്ടോ.
ഞങ്ങൾക്ക് 4 കിലോമീറ്റർ അപ്പുറമായിട്ട് പോണ്ട്. അപ്പോൾ അതാണ് ഓപ്ഷൻ. ഇവിടെ പോയി നിൽക്കുന്ന അവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടാവും. നമുക്ക് അവിടെ കാണുന്നു കേട്ടോ. നമുക്ക് കിടക്കാം, അവിടെ കിടക്കണം. അപ്പം നമുക്ക് ഈ സമയത്തിൻ്റെ ഉള്ളിൽ അവിടെ കൊണ്ടുപോയിരുന്നിട്ട് അവരെ നമുക്കിത് അവിടെ നോക്കി ജസ്റ്റ് അടുത്താണ്. ഓക്കെ, ഓക്കെ. 24 മിനിറ്റുള്ള കേസ്. ഓക്കെ, അതാണ് എന്ത് വിളിച്ചു 20 മിനിറ്റ്. എന്തൊക്കെ മിനിറ്റ് സമയം പോയി കഴിഞ്ഞാൽ റെയിലായി കേസ്. ജസ്റ്റ് മിസ് ഗൈസ്, നമ്മൾ ജസ്റ്റ് മിസ്സിലാണ് ഫെയിൽഡായത്. അപ്പോൾ കുഴപ്പമില്ല, നമ്മൾ ഇതിനി നമ്മൾ ഓൺലൈനായിട്ട് കളിക്കാൻ പോകാം. അപ്പോൾ അതിലാണ് വേറെ ലെവലിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിനി ഓൺലൈനായിട്ട് കളിച്ച് നോക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിനി ഓൺലൈനായിട്ട് കളിക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഇതിൻ്റെ സെറ്റിങ്സ് നമുക്ക് പഠിക്കാം. അപ്പോൾ സെറ്റിങ്സ് എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗെയിം സെറ്റിങ്സ് ആണ് ഓൺലൈൻ ഗെയിം. അതായത് നമ്മൾ നമ്പർ പ്ലേറ്റിൻ്റെ ഭാഗത്തെ എഴുതുന്ന ഇതാണ്. അപ്പോൾ അതിൻ്റെ അവിടെ നമ്മൾ പ്ലെയറിനൊക്കെ കൊടുക്കണം. പ്ലെയറിന് കൊടുക്കാന്ന് പറഞ്ഞാൽ അവിടെ ഇനി അത് മാറ്റുന്നെങ്കിൽ നമ്മൾക്ക് കുറച്ച് കൈ കൊടുക്കണം. ഒറിജിനൽ കൈ എന്താ ക്യാഷല്ല ഗെയിംസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗെയിമിന് പറഞ്ഞ കോയിൻ നമ്മൾ അവിടെ AD ആണ്. അപ്പോൾ നമ്മുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആക്കിയിട്ടുണ്ട്. പിന്നെ ട്രാഫിക് ഡെൻസിറ്റി കൂട്ടിയിട്ടില്ല കേട്ടോ, നമുക്ക് കുറച്ച് കൂട്ടി കൊടുക്കാം. ഓക്കെ, കാർഡ് ഡാമേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് എൻഗേജ് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുകയാണ്. നമ്മൾ ഓൺലൈനായിട്ട് കളിക്കാൻ പോകുന്നത്. നേരത്തെ വല്ല ഓൺലൈനായിട്ടാണ് അപ്പം നമ്മൾ കളിക്കാൻ പോകുന്നത്. നമ്മൾ ജസ്റ്റ് കൊടുക്കാൻ സിസ്റ്റം ലാംഗ്വേജ് ഇംഗ്ലീഷാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുകയാണ്. അതിനൊക്കെ കുറച്ച് നേരം ലോഡ് ആവും പ്ലീസ്. ഓക്കെ, അപ്പോൾ ഗായ്സ് ലോഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓൺലൈനായിട്ട്. അപ്പോൾ ഇതിൽ മെസ്സേജൊക്കെ അയക്കാൻ പറ്റും. ഒക്കെ ഒരു ഹായ് അയച്ചു കൊടുക്കാം. അപ്പോൾ ഗായ്സ് നമ്മൾ ഹായ്ന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ മാത്രം ഹായ്ന്ന്. ഇപ്പോൾ ഇവിടെ ഒരു പ്ലെയർ വന്നിട്ടുണ്ട്. വിളിക്കാം. ഇതിൽ റൈസൊക്കെ വെക്കാൻ പറ്റും കേട്ടോ. റൈസൊക്കെ ഇതിലിപ്പോൾ റൈസൊക്കെ കളിക്കാൻ പറ്റും. ഇവരൊക്കെ ഓൺലൈനായിട്ട് കളിക്കണവരാണ് കേട്ടോ. ഇവിടുത്തെ ഓഫ്ലൈനായിട്ട് കളിക്കുന്നവരല്ല. ഓക്കെ, ഇതിൽ മെസ്സേജ് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ട്സിൻ്റെ ഒപ്പൊക്കെ കളിക്കാത്തത്. നമുക്ക് റോട്ടിൽ കറങ്ങാം. ശരി,
അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ റോട്ടിൽ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഒരു റൈസ് അടിച്ചോ. അതിന് മുന്നായിട്ട് പെട്രോൾ അടിക്കാൻ കാരണം കേട്ടോ. കുറച്ച് പെട്രോൾ നന്നായിട്ടുണ്ട്. പെട്രോൾ അടിക്കാൻ പറ്റുമോ അറിയില്ല. ചിലപ്പോൾ കോയിൻ കുറവായാൽ നമുക്ക് പെട്രോൾ അടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അപ്പം അതിൽ പെട്രോൾ അടിക്കുന്ന ലെവൽ വേറെ ആയിട്ടുണ്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്രോൾ അടിക്കാൻ പറ്റും. ഇത് ഓൺലൈനായിട്ട് നമുക്ക് ഇറങ്ങിയിട്ട് അടിക്കാൻ എന്തായാലും പറ്റില്ല. ഓക്കെ, ഓൺലൈനായിട്ട് നമുക്ക് ഇതിൽ ഇറങ്ങാൻ പറ്റില്ല, അത് വേറെ കാര്യം. ഇറങ്ങിയിട്ട് അടിക്കണം ഓഫ്ലൈൻ ആയിട്ടാണ്. ഓക്കെ, ഇതിൽ ഇറങ്ങിയിട്ട് അടിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറയാറുണ്ട്. ഇപ്പോൾ പെട്രോൾ ഫുള്ളായിട്ട് പെട്രോളൊന്നും അടിക്കാൻ പറ്റില്ല. നമുക്ക് പൈസ വെക്കണമെങ്കിൽ വെക്കൊക്കെ ചെയ്യാം. ഓൺലൈനായിട്ടാണ് നമ്മൾ കളിക്കുന്നത്. ഇതവരപ്പം നമുക്ക് പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇങ്ങനെയൊക്കെ എന്താ ഓൺലൈനൊക്കെ കളിക്കുക. അപ്പോൾ നമ്മളിനി ഡിസ്കണക്റ്റ് കൊടുക്കണ്ടോ ഓൺലൈനല്ലാതെ. അപ്പോൾ ഗൈസ് നമ്മൾ ഓൺലൈനിൽ പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരെ ഇങ്ങനെ ഓരോ കോയിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ഇത് നല്ല വൈക്കൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി നിർത്തണം ഇറങ്ങാൻ കേട്ടോ. നമ്മൾ ഇറങ്ങിട്ടോ. നമ്മൾ ഇനി പെട്രോൾ പമ്പ് ഇത് എടുക്കണമെങ്കിൽ നമ്മളിവിടെ ക്യാൻ തുറന്നു കൊടുക്കണം. ഇതേപോലെ എന്താ പെട്രോൾ അടിക്കുക. ഓക്കെ, നമ്മൾ പെട്രോൾ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഇന്നത്തെ ഫീച്ചേഴ്സ് ഇന്നും ക്ലാരിറ്റി ഉള്ളതാണ് കേട്ടോ. നമ്മളെ ഡിക്കും കാര്യങ്ങളൊക്കെ തുറക്കാൻ പറ്റും. ഇതൊക്കെ സൗണ്ട് വാഷൊക്കെ ഞാൻ സെറ്റ് ചെയ്താണ് കേട്ടോ. വേറെ കാര്യം സൗണ്ട് വാഷൊക്കെ ഞാൻ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഈ വീഡിയോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഗെയിമിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നേരെ ഔട്ട് ഓഫ് പോകാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും മസ്റ്റായിട്ട് ലൈക്ക് അടിക്കുക. അപ്പോൾ ഈ ഗെയിം എന്തായാലും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതിന് എൻ്റെ കയ്യിൽ ഒരു 490 MB ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ചിലപ്പോൾ കൂടുതലുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയുന്നത്. അപ്പോൾ ഈ ഗെയിമിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ കാർ സിമുലേറ്റർ 2 ആണ് കേസ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് മസ്റ്റായിട്ട് ലൈക്ക് അടിക്കുക കേസ്. ഓക്കെ, എവരിബഡി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ
ഈ വീഡിയോ ഇഷ്ടമായിട്ട് എന്തായാലും മസ്റ്റായിട്ട് ലൈക്ക് അടിക്കുക. അപ്പോൾ ഇത് പ്ലേ സ്റ്റോറിൽ എന്തായാലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ്. അപ്പോൾ എല്ലാ ഗെയിമിലും ഈ ഫീച്ചേഴ്സ് കിട്ടില്ല. അതായത് നമ്മൾക്ക് കാർ സിമുലേറ്റർ ഗെയിം നോക്കിയാൽ തന്നെ കാണാം എല്ലാ ഗെയിമിലും ഡോർ വെക്കുന്ന ഫീച്ചറും അങ്ങനെ ഡിക്ക് കൊടുക്കുന്ന ഫീച്ചറും സൗണ്ട് ബോക്സ് വെക്കാനുള്ള ഫീച്ചറൊന്നും കിട്ടില്ല. അപ്പോൾ ആൻഡ്രോയിഡ് വന്ന ഒരു മസ്റ്റായിട്ടുള്ള ഒരു ഗെയിം തന്നെയാണിത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എന്തെങ്കിലും ഈ ഗെയിമിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡക്ഷൻ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ലൈക്ക് അടിപ്പിക്കില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് അടിക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മസ്റ്റായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഇതിൽ നല്ല പുതിയൊരു വീഡിയോസ് ആയിട്ട് ഇനിയും വരാം. അതുവരേക്കും ഗുഡ് ബൈ.